ഹലോ ഗായ്സ്, വെൽക്കം മൈൻഡ് ചലാസ്. അപ്പോൾ ഇങ്ങനെ പോവാണ് ഇങ്ങനെ വെച്ചിരുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എമിറാനെ കൊണ്ടൊരു ഇൻട്രോ ഇടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇഷ്ടമാണ് എമിറാക്കിൻ്റെ വെൽക്കം ബാക്ക് ടു മൈ, പക്ഷെ അത് കറക്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു കുറച്ചൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്നും ഷോർട്ട് വീഡിയോ ഒക്കെ അല്ല ഇടാറ്. അതും എന്താ പറയുക, ഒരു ഡെയിലി ഇതായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചാനൽ ഉഷാറാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പക്ഷെ അത് ഭയങ്കര പാടാട്ടോ. വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം വിൽക്കണ പോലെ ടീം അത്ര എളുപ്പമല്ല. ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചൊക്കെ എന്താ പറയുക, ചില സമയത്തൊക്കെ വിചാരിക്കും പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല, വെറുതെ ഫോൺ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചത്, ഇതൊക്കെ എന്ത് സിമ്പിളാണ്, ഇവർ ഇതിന്നൊക്കെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഞാൻ വിചാരിക്കാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ചില വീഡിയോസൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര, അതാരെടുക്കുകയാണെങ്കിലും, എത്ര റീച്ചുള്ള ആളെടുക്കുകയാണെങ്കിലും എത്ര റീച്ച് ഇല്ലാത്ത ആൾക്കാരെടുക്കുകയാണെങ്കിലും ഇത് ഭയങ്കര പ്രശ്നമുള്ള, ഭയങ്കര ടഫായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം ക്യാമറ വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറമാനും കൂടി വെള്ളത്തിൽ ചാടണമല്ലോ. അതാണ് ഈ പരിപാടി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ, ഇത് കറക്റ്റാണോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കിട്ടുന്നത് എന്നൊക്കെ ചിലപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഡിഫിക്കൽട്ടായി തോന്നുന്നതായിരിക്കും. എന്നും എടുക്കുമ്പോൾ ഏതൊരു കാര്യം ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മൾ ശീലിക്കുന്നത്. അപ്പം ഞാൻ കുറേ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് റൊട്ടീന്. അപ്പോൾ ഒരു 11 വരെയുള്ളൊരു റൊട്ടീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ദിവസേന സംഭവിക്കുന്നത്. ചിലപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ തന്നെയല്ലേ ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഒരു പുറത്ത് പോകാനൊക്കെ ഉണ്ട്. എമിറയുടെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് അങ്ങനെ സെലിബ്രേഷൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എമിറാനെ ബ്രഷൊക്കെ ചെയ്ത് എമിറാക്ക് നഗ്ഗറ്റ്സ്, രാവിലെ തന്നെ നഗ്ഗറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ഐറ്റംസാണ് കൊടുക്കാറ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കില്ല, രാവിലെ തന്നെ വെള്ളമാണ് കുടിക്കുക. വെള്ളമാണ് എപ്പോഴും കുടിക്കാറ്. ചായ പിന്നെ ജ്യൂസൊക്കെ കുടിക്കും, ചായ ഒന്നും കുടിക്കില്ല. ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. പാലൊക്കെ രാവിലെ കുടിക്കും, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എൻ്റെ കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞതാണ്. പിന്നെ ഉമ്മാക്ക് കയ്യിന് വയ്യാത്തതുകൊണ്ട്, പക്ഷേ എൻ്റെ കറി എപ്പോഴും നല്ല രസമാവില്ലുള്ളതുകൊണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് ഇതിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി അരിഞ്ഞ് വെച്ച് തന്നാൽ മതി, കറി ഞാൻ വെച്ചുകൊണ്ട് കുറേ കാലയിലെ കറി വെച്ച് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയാലും സൂപ്പറായിരിക്കും. പക്ഷെ കറിയില്ലേ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. ഞാൻ എന്ത് വെച്ചാലും ചിക്കൻ പൊരിക്കുക, ചിക്കൻ എന്താ പറയുക, ബിരിയാണി, നെയ്ച്ചോറ് ഇതൊക്കെ സൂപ്പറാണ്. പക്ഷേ കറി അങ്ങോട്ടേക്ക് വരുന്നില്ല, എന്താ അറിയില്ല. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ് ഒരു കൈ ആയാലും കുഴപ്പമില്ല, ഇതില്ല നല്ല കറി കഴിക്കണം എന്നുണ്ട്, ഞാൻ വെച്ചോണ്ട് പറഞ്ഞു. പക്ഷെ ഉമ്മാൻ്റെ കറിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, നല്ല ഉപ്പും ഉണ്ടാവും, നല്ല എണ്ണയുണ്ടാവും, നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ എരിവും എണ്ണയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എണ്ണ ഒഴിച്ച് കളയാം. എരിവ് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഉപ്പായി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഉമ്മാനോട് എപ്പോഴും പറയും കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടോളിയും, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഉപ്പിട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പുറത്ത് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് വൃത്തിയാക്കി, പുറത്ത് പോയി വരുമ്പോൾ ഒന്ന് വൃത്തിയാക്കി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ടയർഡാകും പുറത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ അത്രയ്ക്ക് ചൂടുമല്ല. അപ്പോൾ ഇന്നൊക്കെ കുറച്ചൊക്കെ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വൃത്തിയാക്കി, ഞാൻ വന്നു കഴിഞ്ഞാൽ എത്ര ടയർഡാണെങ്കിലും കെടുക്കാമല്ലോ, അങ്ങനെയുള്ളൊരു വിചാരത്തിൽ ഞാൻ വൃത്തിയൊക്കെ ആക്കി. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് ആ സ്റ്റെയറിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവില്ലേ, അവിടെയാണ് ഉണക്കിയിടാറ്. അപ്പോൾ അവിടെ പിന്നെ അത് താഴത്തേക്ക് ഇറക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അടുത്ത ട്രിപ്പ് തിരുമ്പി മേലേക്ക് കയറ്റുമ്പോഴാണ് ഈ ഉണങ്ങിയ സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇടാറ്. അതിന് ഇൻ ബിറ്റ്വീൻ ആർക്കെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ പോയി എടുക്കുക, തനിയെ പോയി എടുക്കുക, വേണ്ടത് സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് ഇടുക. പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് മടക്കി വെക്കാറൊക്കെ. പിന്നെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ, ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ റൂം ക്ലീൻ ചെയ്ത സമയത്ത് എന്താ പറയുക, നമ്മൾ കബോർഡിലൊക്കെ അടിയിൽ വെച്ച് ബെഡ്ഷീറ്റ് ഉണ്ടാവില്ലേ, അതിങ്ങനെ ഈ പൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വെള്ള
ഒരു ഈർപ്പം അങ്ങനത്തെ ഒക്കെ സംഭവം വന്നപ്പോൾ ഞാനത് കഴുകിയിട്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ എല്ലാം അലക്കി വൃത്തിയാക്കി വെക്കണം. കാരണം ഇവിടെ കുറേ ബെഡ്ഷീറ്റുകളും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊന്നും പുതിയതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ അലക്കി എടുത്ത് വെച്ചാൽ ഇതൊന്നും ഈ താഴത്തേക്ക് ഡെയിലി ഉപയോഗിക്കുന്നതല്ലല്ലോ, ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇത് 4 ദിവസം കൂടുമ്പോഴല്ലേ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ അടിയത്തെ ബെഡ്ഷീറ്റൊന്നും എടുക്കില്ല, മേളത്തെ മാത്രം എടുത്തു പോകും. അപ്പോൾ അടിയുള്ളതൊക്കെ അങ്ങനെ ഈർപ്പം കെട്ടിയിട്ട് ആകെ വൃത്തിയിടാവും. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി കുറച്ച് ദിവസം ഞാൻ റൂം ടൂറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻസ് റൂം ടൂറല്ല, റൂം മേക്ക് ഓവറൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് ഇടാനുള്ള ടൈമല്ല, ഞാനത് സെറ്റ് ചെയ്തത് ഞാൻ വിചാരിച്ച പോലെ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ പെർഫെക്ഷൻ കിട്ടുന്ന സമയത്ത് അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്റ് ചെയ്ത് ഭയങ്കര മടിയാണ്. പിന്നെ ചായ കുടിച്ചു. ഞാൻ അതിനിടയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടില്ല, രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ള മരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എമിറാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഉമ്മ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ പുറത്ത് പോയി വന്നിട്ട് നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. നെയ്ച്ചോറൊക്കെ എനിക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിയായിട്ട്. ഉമ്മാനൊക്കെ നന്നായിട്ട് വെക്കാമെന്നൊക്കെ പറയാം, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കറി ഉമ്മ വെച്ച്, ഉമ്മക്ക് ദോശ മതി, അപ്പം ഉമ്മക്ക് ദോശ ഉണ്ടാക്കി, ഉമ്മന്നെ ദോശ ഉണ്ടാക്കി. ഒക്കെ മാവുകളൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടാവും, അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ഒന്ന് ആക്കിയാൽ മതി. അതേപോലെ തന്നെ എനിക്ക് പുട്ടും കോഴിക്കറിയും ഭയങ്കര ഒരു കോമ്പിനേഷൻ അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ. അപ്പോൾ ഞാൻ വെച്ച് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എമീറാക്കും എനിക്കും പുട്ടും ഉമ്മാക്ക് ദോശ ഉണ്ടാക്കി. പിന്നെ അത് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്ത് തുടക്കാറില്ല എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിമെടുപ്പില്ല എന്നല്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു 4 ദിവസം കൂടുമ്പോഴേക്കേ തുടക്കാറുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ എമീറ അല്ലാണ്ട് വൃത്തിയേടാക്കാനും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തിറങ്ങി കളിക്കുക അങ്ങനെയൊന്നുമില്ല. എമീറ സൈക്കിള് ഈവനിങ് ഒന്ന് പുറത്തിറക്കിയിട്ട് ഒന്ന് ഇതാക്കുന്നല്ലോ, അത് ഉള്ളിൽ കയറ്റും ചെയ്യും. വൈകുന്നേരം മൊത്തം പുറത്തും രാത്രിയും രാവിലെ മൊത്തം ഉള്ളിലും അവിടെ നിന്നിട്ടാണ് ഓടിക്കാറ്. അപ്പം അങ്ങനത്തെ ചളി ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ എല്ലായിടത്തേക്കും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാണ് എൻ്റെ റൂം. പക്ഷെ ഞാനിവിടെ കിടക്കാറില്ല. ഞാനിപ്പോൾ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മയുടെ റൂമിലാണ് കിടക്കുക. ഞങ്ങളെല്ലാവരും ആ റൂമിലാണ് കിടക്കുക. ഞാനും എമിറും ബെഡിൽ കിടക്കും, ഉമ്മ താഴത്ത് കിടക്കും. കാരണം നമ്മുടെ കൈ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു പില്ലോൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ താഴത്താണ് കിടക്കുക. പക്ഷെ അപ്പം ഇങ്ങനെ സംസാരിച്ച് ഉറക്കം വരുന്ന ഒരു ഒറ്റയ്ക്കാണ് ഒരു ഫീൽ കിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് എനിക്കിപ്പോൾ പ്രസവം അടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ സമയത്ത് ഭയങ്കര ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ഒരു പേടി. പിന്നെ ഉമ്മാക്കും പേടിയാണ്. അപ്പോൾ രണ്ടാൾക്കും പേടിയുള്ള രണ്ടാൾക്കൊരൊപ്പം കിടക്കുക, അതാണിപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ. അങ്ങനെ എന്താ പറയുക, ക്ലീനൊക്കെ ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി. ഇനി എമീറാനെ കുളിപ്പിക്കാനുണ്ട്, എനിക്ക് കുളിക്കണം. പിന്നെ ഉമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പരിപാടി. സ്പേസ് ഉണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ എമീറ അതായിട്ട് ഇങ്ങനെ നടന്നു. ഈ സൈക്കിളായിട്ട് ആദ്യം ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, 1.5 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഈ സൈക്കിൾ ഓടിക്കാൻ. ബാക്കിലേക്കാണ് സൈക്കിൾ ചവിട്ടാറ് സാധാരണ. സൈക്കിൾ മറ്റേ ഒരു കാലം വെച്ച് പോകുന്ന സംഭവമില്ലേ, ഇലക്ട്രിക് സ്കൂട്ടറില്ലേ, ഇലക്ട്രിക് അല്ല, നോർമൽ കുട്ടികളുടെ അത് ഓടിക്കാൻ പറ്റും. പക്ഷേ ഈ സൈക്കിൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതിനിടയ്ക്ക് ഞാൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കിടക്കുന്നുണ്ട് വയ്യായിട്ട്. കാരണം ഭക്ഷണം കഴിക്കാണ്ടല്ലേ ചെയ്യുന്നത്, രാവിലെ ഉള്ള ചായ മാത്രം, അതും കുറച്ച് നല്ല ചൂടിൽ മധുരമിടാതെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ പിന്നെ എനർജി ഭയങ്കര കുറവാണ്. പിന്നെ എല്ലാം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച്, എത്ര ആൾക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം പോലും കഴുകാൻ എനിക്ക് വയ്ക്കുന്നുണ്ടാവില്ല എന്നല്ല, ഒരു മൂടില്ല, ഒരു വയ്യായിക പോലെ. അപ്പം ഞാനത് വിശേഷമാവുന്നതിന് മുന്നേ അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഭക്ഷണം, ഞാൻ എത്ര ലേറ്റ് ആയാലും പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു സമാധാനം. ഇനിയിപ്പോൾ ഭക്ഷണം കഴിഞ്ഞൊരു 10 മിനിറ്റ് അങ്ങനെ ഒരു 10-20 അരമണിക്കൂർ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, കാരണം പണികളൊക്കെ കഴിഞ്ഞല്ലോ. നമ്മളെ കൈ കഴുകാനോ കഴിച്ച പാത്രം കഴുകാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളി കഴിഞ്ഞിട്ടല്ല, എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്നുണ്ട്, കുറേ വെള്ളം കുടിക്കും. വാട്ടർ ഇൻടേക്ക് ഈസ് മസ്റ്റ്. അത് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം നല്ല കുടിക്കും. ഇപ്പോൾ എമീറയുടെ ബോട്ടിൽ, നമ്മളിങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാൽ എമീറ എപ്പോഴും ബോട്ടിലാണ് വെള്ളം കുടിക്കുക. ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് പോകുന്ന സമയത്ത് എമീറയുടെ ബോട്ടിൽ കാണുമ്പോൾ പറയും, ഇതെന്താ ഈ കുട്ടി ഇപ്പോഴും ബോട്ടിലിൽ വെള്ളം കുടിക്കുന്നത്, എന്ത് സ്വഭാവം, ചെറിയ കുട്ടിയാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെ ബോട്ടിൽ വെള്ളം ആക്കുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് എമീറ സാധാരണ കുട്ടികൾ
സാധാരണ കുറച്ച് കുട്ടികൾ വെള്ളം കുടിക്കുന്നതൊക്കെ കുറച്ചും കൂടി കൂടുതൽ എമ്മിറ കുടിക്കുന്നത്. എപ്പോഴും ആ ബോട്ടിൽ വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോട്ടിലാണ് എമ്മിറാക്ക് എപ്പോഴും വെള്ളം കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നന്നായിട്ട് പോകും. അങ്ങനെ പിന്നെ ആ ബോട്ടിൽ തന്നെ ഞാനപ്പോൾ എനിക്കൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്തോ എങ്ങനെയോ അത് പോയി, വണ്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്, ഓട്ടോയിലൊക്കെ വെച്ചിട്ടുണ്ട്, അത് പോയി. അപ്പോൾ ഞാൻ എമിറയുടെ ബോട്ടിൽ വെള്ളം കുടിക്കും. അപ്പോൾ എന്തായാലും അതിൽ ഞാൻ വെള്ളം നിറയ്ക്കണം. അപ്പം ഞാൻ എന്താക്കും, അതിൽ തന്നെ വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളം കഴിഞ്ഞ പ്രസവത്തിലൊക്കെ എനിക്ക് ഭയങ്കര യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാത്തതുകൊണ്ട്. സെയിം ഡോക്ടർ തന്നെ. എനിക്ക് ഡോക്ടറാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ചീത്ത അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ ഈ മന്ത്ലി ഉള്ള ചെക്കപ്പ് അല്ലാണ്ട്, അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴാണ് 2 ആഴ്ച കൂടുമ്പോഴാണ് എനിക്ക് ചെക്കപ്പ് വരുന്നത്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പ് ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു വേദന പറഞ്ഞ ഡോക്ടർ അപ്പം ചീത്തറിൻ്റെ വരും. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്, ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വായിലിരിക്കുന്ന കേൾക്കണ്ടല്ലോ എന്ന് വിചാരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിധം കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിലും അല്ലാണ്ട് മധുരമായിട്ട് ചായ കുടിക്കുക, അല്ലാണ്ട് ചോറുന്നോന്നും ചെയ്യില്ല. പക്ഷേ അത്രയ്ക്കും ക്രേവിങ്സും അല്ലെങ്കിൽ അത്രയ്ക്ക് വിശപ്പൊക്കെ വരുമ്പോഴാണ് ചോറൊക്കെ കഴിക്കുന്നത്. അല്ലെങ്കിലൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് 300+ ആണ് ഇപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ. ഇപ്പോൾ 13-ാം തീയതി എനിക്ക് ഷുഗറിൻ്റെ ടെസ്റ്റ് വീണ്ടും ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട് പറ്റുന്ന രീതിയിൽ. പ്രസവ സമയത്ത് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് വിശക്കും, ചില സമയത്ത് തീരെ ഭക്ഷണം വേണ്ടി വരില്ല, ഒന്നൊക്കെ എടുക്കാനായിരിക്കും തോന്നുക. ചില സമയത്ത് എത്ര കഴിച്ചാലും ഒരു വിശപ്പുള്ള പോലെ, ഒരു എന്താ പറയുക, വയറ്റിലൊന്നും ഇല്ലാത്ത പോലെ ഒരു തോന്നുന്നു. അപ്പോൾ നല്ല അപ്പോഴും ചോറാണ് കഴിക്കുക, അല്ലാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്ക് ചോറ് വേണം. ഇനി വേറെ എന്തൊക്കെ കഴിച്ചാലും ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് ചോറ് കഴിക്കുമ്പോഴാണ് വയറ് നിറഞ്ഞ പോലെ തോന്നുക. ഇനിയിപ്പോൾ ഒരു 2 പ്ലേറ്റ് ഫ്രൂട്ട്സ് കഴിച്ചാലും ഒരു വയറൊരു നിറഞ്ഞ പോലെ തോന്നില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഒരു കോരി ചോറ്, 1.5 കോരി ചോറ് കഴിഞ്ഞാൽ ഹായ്, പിന്നെ സന്തോഷമായി, പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാവും. പിന്നെ ഹോളത്തെയും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മക്ക് പാത്രം കഴുകാനും ഈ ഇടത് കയ്യിൽ വെള്ളം തട്ടിക്കാൻ പറ്റില്ല. അപ്പം ഉമ്മ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ അങ്ങനെ ഇട്ട് കിച്ചണിലേക്ക് ഞാൻ ഒന്ന് കാല് വെച്ചതും കറണ്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ എടുക്കണ്ട, ഷൂട്ട് ചെയ്യണ്ട. ഞാൻ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് ലൈറ്റൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ഇത്രയും എത്തിച്ചില്ലേ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയിപ്പോൾ കിച്ചണും കൂടി വൃത്തിയാക്കാൻ എനിക്ക് പറ്റാറില്ലല്ലോ. അപ്പോൾ കിച്ചണും കൂടി വൃത്തിയാക്കി. ലൈറ്റൊക്കെ നല്ല കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ സാധാരണ ദിവസങ്ങളിൽ പുറത്തേക്ക് ഞാൻ ഇറങ്ങാറില്ല. പുറത്ത് അടിച്ചു വരാറ്, മുറ്റടിക്കാറൊന്നുമില്ല. അത് ഉമ്മ എത്ര ലേറ്റ് ആയാലും എത്ര വയ്യെങ്കിലും ഉമ്മ തന്നെ അടിക്കാറ്. ഞാൻ പുറത്ത് മുറ്റടിക്കാറ്, പുറംപണി ഞാൻ ചെയ്യില്ല. വീട്ടിനുള്ളിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടെടുത്ത് മാറ്റിക്കും, അവിടുന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പുറംപണി ഞാൻ ചെയ്യില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പൂച്ചകളെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാനിങ്ങനെ അടിച്ചു വരാതിരിക്കുമ്പോഴായിരിക്കും ചില പൂച്ചകൾ അവിടുന്ന് അപ്പോൾ ഓടി വരിക. അപ്പോൾ പൂച്ച ഓടുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിലായിരിക്കും ഞാൻ ഓടുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉമ്മനോട് പറയും, പൊന്നാരതില്ലേ, പുറത്തേക്ക് ഇറങ്ങല്ലേ, വീട്ടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പിന്നെ അപ്പോൾ അപ്പോൾ ഈ അടിച്ചു വരിട്ടാൻ സൈഡിൽ തന്നെ കൂട്ടും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ അടിച്ചു വരുന്ന സമയത്ത് അത് പുറത്തേക്ക് എടുക്കുക ചെയ്യുക. മുറ്റടിക്കാനുള്ള സമയത്ത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ എൻ്റെ പുട്ടിൻ്റെ മാവ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഉമ്മക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പുട്ടും ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടി വെക്കുക ചെയ്യുക. ചിരകിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനതൊന്നും കൂടിയും, എനിക്ക് തേങ്ങ വെള്ളം ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ, കുറേ തേങ്ങ വെള്ളം കൂടി. ഞാൻ പുറത്ത് എപ്പോൾ പോയാലും ഞാൻ ഇളനീര് എന്തായാലും ഇളനീര് കുടിക്കും. എമിറാക്കാണെങ്കിൽ ഇളനീര് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് തേങ്ങ ഇതിലേക്ക് മാത്രമുള്ളത് എടുത്ത് വെച്ച് ചിരകി ഞാൻ എടുത്ത് വെച്ച് പിന്നെന്താ പുട്ടുണ്ടാക്കി. എനിക്ക് കുറേ കൺഫ്യൂഷൻസും കുറേ പിന്നെന്താ അതല്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് ശീലമില്ലല്ലോ, ഇനി ശീലമായി വരണം. ഇനി ഞാനിങ്ങനെ പതുക്കെ പയ്യെ മെല്ലെ സ്ലോലി ഒക്കെ റെഡിയാക്കി വരും ഇൻഷാ അല്ലാഹ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ എമിറയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഒന്ന് ഡിലേ ആയി. എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇന്ന് ഇത് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് എടുക്കണ സമയത്ത് മറന്നു പോകും. കാരണം നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമില്ലല്ലോ. എന്നും ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മളൊരു എന്താ പറയുക,
ഓക്കെ ഇങ്ങനെ ഒരു സാധനം ചെയ്യാനുണ്ട് എന്നുള്ളൊരു മൈൻഡ് വരിക. എന്നും ചെയ്യാത്തൊരു സംഭവമായതുകൊണ്ട് ആ ഒരു മൈൻഡില്ല. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എടുക്കണം സമയത്തായിരിക്കും ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നടന്നില്ലല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ തലയിൽ എമ്മിനാനെ കുളിപ്പിക്കാനുണ്ട്. എമ്മിനാനെ കുളിപ്പിക്കാൻ ഞാൻ 2 ദിവസം കൂടുമ്പോൾ എമ്മിനാടെ തലയിൽ ഈ ജസ്റ്റ് ഈ രാമച്ചൊക്കെ ഇട്ട എണ്ണല്ലേ അത് കുറച്ച് തേച്ച് കൊടുക്കും. കുറേ നേരം നിർത്തില്ല, കാരണം എമ്മിനാക്ക് തലയിൽ എണ്ണ തേച്ച് ഇരിക്കാൻ പറ്റില്ല, നല്ല നീരിറങ്ങും. കാരണം ആദ്യം മുതലേ ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്യാറില്ല. എണ്ണ തേച്ച് കുറേ നേരം ഇരുത്ത് അത് കഴിഞ്ഞിട്ട് നല്ലൊരു വിശദീകരിച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എണ്ണ എപ്പോഴെങ്കിലും തേച്ച് അപ്പം തന്നെ ഞാൻ കഴുകിക്കളയും. അവൾക്ക് നീരിറങ്ങുന്നൊരു പ്രശ്നം. എത്ര രാത്രി കുളിച്ചാൽ തല നനച്ചാലും കുഴപ്പമില്ല, പക്ഷേ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അവൾക്ക് നീരിറങ്ങും. അപ്പോൾ ചുമല്ല ഈ കോൾഡൊക്കെ വരും. അപ്പം ഞാൻ റിസ്ക് എടുക്കാറില്ല. പിന്നെ ഈ സമയത്ത് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ ഞാൻ ഇപ്പോൾ ആരോടെ സംസാരിക്കുന്നത് വെച്ചാൽ നാപ്റ്റോളിൽ നിന്ന് ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടാണ്, മറ്റേ വെജിറ്റബിൾ കട്ടർ. അത് ഓർഡർ ചെയ്ത് അന്ന് മുതൽ വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ച അങ്ങനെ കൈ കിട്ടിയിട്ട് അന്ന് മുതലേ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത്. മാഡം നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറാണോ, അതെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വിളിക്കും. അപ്പോൾ അവരോടാ ഞാൻ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കട്ടായി ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്നത്തെ വിശേഷം ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് പോയി. അപ്പോൾ ഇതിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഞാൻ ഇനി വരുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈ.